വരൂ, ഇരിക്കും. മഹാലക്ഷ്മി, മഹാലക്ഷ്മി. എന്താ മോനെ അങ്ങനെ നോക്കുന്നേ? ആ ഫോട്ടോയിലുള്ളത് എന്റെ ഏട്ടനും എടുത്തിയാ. ആ നടുക്കിരിക്കുന്നത് എന്റെ ചെറിയ ഏട്ടനാ. എന്തായിരുന്നു പുള്ളിയുടെ മനസ്സിലെന്നറിയില്ല. ചേട്ടൻ സ്വയം ജീവനെടുക്കുകയായിരുന്നു, ആത്മഹത്യയായിരുന്നു. ചേട്ടൻ ഇന്ന് ജീവിച്ചിരിക്കുകയായിരുന്നെങ്കിൽ നിന്നെ പോലൊരു മോനുണ്ടായേനെ. അതൊന്നുമില്ല അനിയ, നല്ല സന്തോഷമുള്ള കുടുംബമായിരുന്നു. അഭിമാനം വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന് വിഗ്രഹം ഉണ്ടാക്കുന്ന കാര്യം ഞാൻ ഏറ്റെടുത്തു. അത് ഒരു കാരണം കൊണ്ട് മാത്രം രണ്ട് കുടുംബത്തിനും പകയായി. ഏറ്റെടുത്ത കാര്യം തള്ളിക്കളയാതെ പല വർഷങ്ങളായി പോരാടുന്നു. അത് നിങ്ങൾ മുഖാന്തരം നടക്കാൻ പോവാ. അനിയ, നാളെ വിഗ്രഹം തീരില്ലേ? തീർച്ചയായും. വരൂ അനിയ, കഴിക്കാം. അനിയ, നിങ്ങളുടെ ബുദ്ധി കൂർമ്മ, സമാധാനം, ദയ, കഴിവ് ഇതെല്ലാം ഇത്ര ചെറുപ്പത്തിലെ നിങ്ങളിൽ കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് അനിയ. നിങ്ങൾ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. എൻ്റെ അച്ഛനെ നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് എനിക്ക് നിങ്ങളെ ഇഷ്ടമായി. നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമാണോ? എടാ, 25 വർഷമായിട്ട് പണിമുടങ്ങി കിടക്കുന്ന ശില്പം നിനക്ക് പൂർത്തിയാക്കാൻ പറ്റുമോ? നാളെ വിഗ്രഹത്തിന്റെ കണ്ണ് തുറക്കാൻ പാടില്ല. നിനക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ മര്യാദക്ക് ഈ സ്ഥലം വിട്ടു പോയിക്കോ. ഞാൻ മരിച്ചാലും ശരി, ശില്പത്തിന്റെ പണി പൂർത്തിയാക്കാതെ ഞാൻ ഇവിടുന്ന് പോവില്ലടാ. എടാ, വാടാ. ഇവിടെ നോക്കടാ, ഇവിടെ നോക്ക.
എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ദേവി വിഗ്രഹത്തിലെ കണ്ണ് തുറന്നിരിക്കുന്നു. വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ പോകുകയാണ്. നമ്മുടെ മുതലാളിയെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ശില്പം വേറെ ആരെ കൊണ്ട് ചെയ്യിപ്പിക്കട്ടെ കൊച്ചമ്മേ. നശിപ്പിച്ച് കളഞ്ഞേ കൊച്ചമ്മേ, നശിപ്പിച്ച് കളഞ്ഞേ കൊച്ചമ്മേ. എന്നാ കൊച്ചമ്മേ, കുടുംബത്തിന് ചെയ്യാൻ കഴിയാത്ത മറ്റാർക്കും ചെയ്യാൻ കഴിയില്ല. പോയത് നശിപ്പിക്കേ. വിഗ്രഹം ആരും പ്രതിഷ്ഠിക്കുവാൻ പാടില്ല. നമ്മുടെ മുതലാളിക്ക് ചെയ്യാൻ പറ്റുന്നത് ആരും ചെയ്യരുത്. നശിപ്പിച്ചേക്ക്, നശിപ്പിച്ച് കളഞ്ഞേക്ക്. ശിലയുടക്കുന്നത് പാപമാണ്. നിങ്ങൾക്ക് പാപം ചെയ്യാൻ പഠിപ്പിക്കണ്ടല്ലോ. പോയിട്ട് ഈ പാപം കൂടി ചെയ്തിട്ട് വാ. വേണ്ട, എന്നെ ഒന്നും ചെയ്യരുത് മാസാണി. ഞാൻ ചെയ്തതെല്ലാം തെറ്റാണ്. എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ ഒന്നും ചെയ്യരുത്. വേണ്ട, എന്റെ കുടുംബത്തിന്റെ മാനം രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവനെ വിഷം കൊടുത്ത് കൊന്നത്. വേണ്ട, എന്നെ ഒന്നും ചെയ്യരുത്. നീ പതിവ്രതയാണ്, ഞാൻ എല്ലാരോടും പറഞ്ഞേക്കാം. നീ നല്ലവളാണ്, ഞാനിത് എല്ലാരോടും പറഞ്ഞേക്കാം. എന്നെ ഒന്നും ചെയ്യരുത്. അക്രമം കണ്ടില്ലേ? എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ ഒന്നും ചെയ്യരുത്. കണ്ടോ കുഞ്ഞെ, ഈ അനിയൻ എന്താ ഇവിടെ ഇരിക്കുന്നത്? അറിയില്ല അനിയ, ഇവിടെ നീ ഇരിക്കാൻ പാടില്ല. ഉത്സവം കഴിഞ്ഞേ പിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയോ? എന്താ ഞാനിവിടെ വരാൻ പാടില്ലേ? ഈ കിടക്കുന്നതല്ല അനാഥകളാ. ഈ നാട്ടിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിച്ചവരാ. അവരൊക്കെയാണ് ഇവിടെ വന്ന് കിടക്കുന്നത്. മോൻ ഞങ്ങൾക്ക് ആരാധിക്കാൻ ശില ഉണ്ടാക്കി തന്നിരിക്കുക. മോൻ ഇവിടെ ഇരിക്കാൻ പാടില്ല. വാ. ഇവൻ ആരാണെന്നറിയാവോ? നിങ്ങൾ 25 വർഷം പിന്നിലേക്ക് പോയി നോക്ക്. അന്ന് നല്ല മഴയായിരുന്നു. ഒരു പാവ സ്ത്രീ പ്രസവവേദന കൊണ്ട് പുളയുന്നു.
അന്ന് ഞാൻ എല്ലാവരുടെയും വീടിന്റെ പടിവാതിൽക്കൽ വന്ന് എല്ലാവരോടും ആ പെണ്ണിനെ ഒന്ന് സഹായിക്കാൻ പറഞ്ഞു. അപ്പൊ നിങ്ങളല്ല അവളെ ബ്രസ്റ്റ് കൽപ്പിച്ചിരിക്കുന്നു, അവളെ എന്തിനാ സഹായിക്കുന്നതെന്നും പറഞ്ഞ് എന്നെ വെളിയിലാക്കി. അന്ന് ഈ മണ്ഡപത്തിൽ ജനിച്ച കുട്ടിയാണ് ഈ വിഷ്ണു. അന്ന് ആ പ്രസവത്തിൽ മരിച്ചു പോയത് മാസാനിയാണ്. അപ്പൊ ഈ കൊച്ചൻ മാസാനിയുടെ മോനാ? സത്യം എന്താണെന്ന് അറിയാതെ നിങ്ങൾ എല്ലാവരും എന്റെ അമ്മയെ ഭ്രഷ്ട് കൽപ്പിച്ചു. അവരുടെ മോനാണ് ഞാനെന്നറിഞ്ഞാൽ നിങ്ങൾ എന്നെ അങ്ങനെ ചെയ്യൂ? ചിലപ്പോ ഭ്രഷ്ട് കൽപ്പിച്ചേക്കാം. എന്നാൽ നീ പൂർത്തിയാക്കിയ ആ ശിലയെയാണ് ഇന്നിവരെല്ലാം ആരാധിക്കുന്നത്. ഇവൻ പണിത ശിലയാണെന്ന് പറഞ്ഞ് നിങ്ങൾ അതിനെ വലിച്ചെറിയൂ. വർഷങ്ങളായി ശില പൂർത്തിയാക്കാൻ കഴിയാതെ ഞങ്ങൾ കഷ്ടപ്പെടുകയായിരുന്നു. ഇന്നാണ് ഈ നാട്ടിലുള്ളവരെല്ലാം സന്തോഷമായിരിക്കുന്നത്. വിഷ്ണു, നിന്നെ എന്തിനു വേണ്ടി ഇങ്ങോട്ട് അയച്ചോ ആ ജോലി പൂർത്തിയായി കഴിഞ്ഞു. പോകരുത്. ദേവിയുടെ വിഗ്രഹത്തിൽ നിന്റെ അമ്മയുടെ രൂപമാണ് ഞാൻ കണ്ടത്. അവനെ നിങ്ങൾ എങ്ങോട്ടാ കൊണ്ടുപോന്നേ? അവൻ ഞങ്ങളോടൊപ്പം തന്നെ വേണം. എന്ത് അധികാരത്തിലാണ് ചോദിക്കുന്നത്? അവന്റെ ശരീരത്തിൽ ഓടുന്നത് എന്റെ അനിയന്റെ രക്തമാണ്. അത് അങ്ങനെയല്ല. ജാതി എന്ന പേരിൽ നിങ്ങൾ വലിയ മതിലുകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവൻ മാസാനിയുടെ മകനായതുകൊണ്ട് അവന്റെ സ്ഥാനം ചിലപ്പോൾ മതിലുകൾക്കപ്പുറത്തായിരിക്കും. നിങ്ങളുടെ ഭാഗത്തേക്ക് അടുപ്പിക്കില്ലല്ലോ. അങ്ങനെയൊന്നുമല്ല. എന്നിവൻ ഉണ്ടാക്കിയ വിഗ്രഹം അമ്പലത്തിൽ വെച്ച് കൈകൂപ്പി ഞങ്ങൾ വണങ്ങിയോ അന്ന് തന്നെ ഞങ്ങളുടെ മനസ്സിലുള്ള ദുർചിന്തകളൊക്കെ മാറി. മാസാനി തന്റെ മകനിലൂടെ അതെല്ലാം ഇല്ലാതാക്കി. ഇനി ഇവിടെ ജാതി എന്ന് പറയുന്ന വാക്കിന് സ്ഥാനമില്ല. അറിഞ്ഞോ അറിയാതെയോ എന്റെ കുടുംബവും ഈ നാട്ടുകാരും മാസാണിക്ക് ചെയ്തിരിക്കുന്നത് വലിയൊരു പാപമാണ്. അതിന് ഞാനും എന്റെ കുടുംബവും പരിഹാരം കാണണ്ടേ? വിഷ്ണു ദൈവത്തിന്റെ കണ്ണ് മാത്രമല്ല, ഈ നാടിന്റെ കണ്ണ് തന്നെ തുറപ്പിച്ചിരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് വിശ്വാസമല്ലേ? എന്റെ മകളെ ഇവന് വിവാഹം ചെയ്തു കൊടുത്ത് എന്റെ മരുമകനാക്കിക്കൊള്ളാം. എന്താ മോനെ, സ്വന്തവും ബന്ധവും ഇല്ലെന്ന് പറഞ്ഞു വിഷമിച്ചിരുന്നില്ലേ? ഇപ്പൊ നിനക്ക് എല്ലാവരും ആയില്ലേ? അവരോടൊപ്പം ചെല്ല്. നിങ്ങളും ഞങ്ങളോടൊപ്പം തന്നെ വേണം. അനിയം വന്നതിൽ